الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يعلم خائنة الأعين وما تخفي الصدور. ബഹുമാന്യരായ സത്യവിശ്വാസി വിശ്വാസിനികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ സകല മേഖലകളിലും കാത്തുസൂക്ഷിക്കണേയെന്ന് സ്വന്തത്തോട് തന്നെയും ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, പ്രത്യേകം വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ ഇന്ന് നമ്മൾ 9ാമത്തെ നോമ്പിലാണ് ഉള്ളത്. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. സ്വർഗത്തിൽ ഒരു ഇടം നൽകി നമ്മെ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ഒരു കാലത്തിന് പരിശുദ്ധമായ ഒരു അന്തരീക്ഷം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരുക്കി തന്നിട്ടുണ്ട്. നമ്മുടെ പള്ളികളൊക്കെ ഉണർന്നു. ആളുകൾ മതപരമായ കാര്യങ്ങൾ കൂടുതൽ ജാഗ്രത കാണിക്കുന്ന ഒരു സമയം കൂടിയാണ്. നാം നമ്മുടെ വീടും പള്ളിയും പരിസരവും ഒക്കെ വൃത്തിയാക്കി ഈ പരിശുദ്ധ റമദാനിനെ സ്വീകരിച്ച് 9ാമത്തെ ദിനത്തിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ഒരു പരിധിവരെ എല്ലാം പുതുക്കി ശരിയാകണം എന്ന ആഗ്രഹത്തോടു കൂടി തന്നെയാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. അള്ളാഹു നമ്മുടെ ആഗ്രഹത്തെ പൂർത്തിയാക്കി നൽകുമാറാവട്ടെ. ഇതോടൊപ്പം മനസ്സറിഞ്ഞ് ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം, നമ്മുടെ മനസ്സിനെ അഥവാ ഹൃദയത്തെ ഇതേ രൂപത്തിൽ ഒരു പുതുക്കൽ നമ്മൾ ഇപ്പോഴും നടത്തിയിട്ടുണ്ടോ എന്നൊരു അവലോകനം, ഒരു ചിന്ത അനിവാര്യമാണ്. നമ്മുടെ ജീവിതം അത് മാലിന്യങ്ങളിൽ നിന്ന് വിശുദ്ധമായിട്ടുണ്ടോ എന്നതും ഈ ഒരു സന്ദർഭത്തിൽ വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ടുന്ന വിഷയമാണ്. റമദാനും വിശുദ്ധ ഖുർആനും നമ്മളും ഈ ദിനരാത്രങ്ങളിൽ ബാക്കിയായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ള ആ നന്മകൾ നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഇങ്ങനെ നമ്മളോട് മനസ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ദിനങ്ങളുടെ പ്രത്യേകത പറഞ്ഞ ഹദീസ് വളരെ മഷ്ഹൂറാണ്, പ്രസിദ്ധമാണ്. ഇദാ ജാഅ റമളാൻ, റമളാൻ മാസം വന്നാൽ ഫുതിഹത്ത് അബ്വാബുൽ ജന്ന, അല്ലാഹു സ്വർഗ്ഗ കവാടങ്ങൾ തുറന്നു വെക്കും. വഗുലിഖത് അബ്വാബുൻ നാർ, നരക കവാടങ്ങൾ അടച്ചു വെക്കും. വസുഫിദത്തി ശയാത്തീൻ, പിശാചുക്കളെ ബന്ധിപ്പിക്കും. ഇത് അല്ലാഹു പറഞ്ഞതാണ്. അള്ളാഹു പറഞ്ഞ ഈ ഒരു കാര്യം
നമ്മുടെ ജീവിതത്തിൽ ഫലവത്താകുന്നുണ്ടോ എന്ന് ഒരു ആത്മപരിശോധനയാണ് യഥാർത്ഥത്തിൽ റമളാനിലെ 2ാമത്തെ വെള്ളിയാഴ്ചയിൽ നമ്മൾ നടത്തേണ്ടത്. നമുക്ക് മാറ്റം സംഭവിച്ചിട്ടുണ്ടോ? ഇസ്ലാമിന് ഒരു കാഴ്ചപ്പാടുണ്ട്. റഹ്മാനായ റബ്ബിന് ഒരു കൽപ്പനയുണ്ട്, ഒരു തീരുമാനമുണ്ട്. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ. അല്ലാഹു ഒരു സമുദായത്തെ മാറ്റുകയില്ല. ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. അവർ സ്വയം മാറാൻ തീരുമാനമെടുത്ത് അധ്വാനിക്കുന്നതുവരെ, സ്വയം ഒരു തീരുമാനമെടുത്ത് സ്വയം മാറണമെന്ന ആഗ്രഹത്തോടു കൂടി അതിനുവേണ്ടി കഠിനമായി പരിശ്രമിക്കുന്നവരെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ജീവിതത്തിൽ വിശുദ്ധിയും പവിത്രതയും അവരുടെ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുന്ന വിധത്തിലുള്ള ഇബാദത്തുകളും ചെയ്യുവാനുള്ള അവസരം നൽകുക. ഇത് നമ്മൾ അറിയണം. കേവലമായ കർമ്മങ്ങൾ കൊണ്ടോ കേവലമായ ഒരു ഒരുക്കം കൊണ്ടോ നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാവില്ല. നമ്മൾ ഉറച്ച തീരുമാനമെടുത്ത് അള്ളാഹുവിന്റെ കൽപ്പനക്ക് അനുസരിച്ചുകൊണ്ട് നമ്മൾ ജീവിതത്തെ മാറ്റാൻ തയ്യാറാവണം. നോക്കൂ നിങ്ങൾ, റമളാൻ നമുക്ക് ഒരു മാസം നമ്മുടെ ജീവിതത്തെ ദീനുമായി ബന്ധപ്പെടുത്തി ചിട്ടപ്പെടുത്താൻ നമുക്ക് സാധിച്ചാൽ വരുന്ന 11 മാസം നമ്മുടെ കയ്യിൽ ഒതുങ്ങുക തന്നെ ചെയ്യും. ആ ജീവിതത്തിന് തുടർച്ചയുണ്ടാകും, നന്മയുടെ വളർച്ചയുണ്ടാകും. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഈ കടന്നുപോയ ദിനരാത്രങ്ങളൊന്നും ശരിക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയാതെയാണ് നമ്മൾ ജീവിച്ചത് എങ്കിൽ അടുത്തു വരുന്ന 11 മാസവും നമുക്ക് കൈവിട്ടു പോകും. അല്ലാഹു നമ്മെ കാക്കുമാറാവട്ടെ. അടുത്ത റമളാനിനെ കണ്ടുമുട്ടാൻ ഒരു തൗഫീഖ് ലഭിക്കാത്തവരാണ് നമ്മളെങ്കിലോ. അതുകൊണ്ട് നമ്മുടെ കൈ ഒതുക്കപ്പെട്ട, നമ്മുടെ മനസ്സിലേക്ക് പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് അധ്വാനിക്കുന്ന ഒരു റമളാൻ ആയിട്ടുണ്ടോ ഇത് എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. നോക്കൂ നിങ്ങൾ, ഇബ്നു ഖയ്യിമുൽ ജൗസി റഹിമഹുല്ലാഹ് പറഞ്ഞു, മൻ സഹലഹു റമളാൻ വസലിമ സലിമത് ലഹു സായിറസ് സന. റമളാൻ മാസം ഒരാൾക്ക് ശരിയായ നിലയിലും സുരക്ഷിതമായ നിലയിലും ആയിത്തീർന്നാൽ അവന്റെ വർഷത്തിലെ ബാക്കിയുള്ള മാസങ്ങളെല്ലാം അവന് സുരക്ഷിതമായിരിക്കും എന്നാണ്. അതുകൊണ്ട് നമ്മൾ ജീവിതത്തിൽ ചില കാര്യങ്ങൾ പ്രത്യേകമായി ഒന്നുകൂടി ഊന്നി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഏതെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്? അത് സ്വയം ഒരു സ്കാൻ ചെയ്യണം. സ്വയം ഒന്ന് സ്കാൻ ചെയ്ത് നമ്മുടെ രോഗത്തെ കണ്ടെത്തി അതിൽ നിന്ന് രോഗമുക്തിക്ക് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ഉണ്ടാവണം. ചില കാര്യങ്ങളൊക്കെ പൂർണ്ണമായി ഡിലേറ്റ് ചെയ്യണം, ഒഴിവാക്കണം. ഏതൊക്കെയാണ് നമ്മൾ ഒഴിവാക്കേണ്ടത്? പലതും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏറ്റവും സുപ്രധാനമായ വിഷയം വിശ്വാസത്തിലുള്ള ശിർക്ക് തന്നെയാണ്. ആ ശിർക്ക് ജീവിതത്തിൽ സംഭവിക്കാതെ സുരക്ഷിതമാവുക, അതിൽ ജാഗ്രത കാണിക്കുക എന്നതാണ് ഏറ്റവും പവിത്രവും ലക്ഷ്യബോധമുള്ള ഒരു മുഅ്മിനിന്റെ കാതലായ ജീവിതം എന്ന് പറയുന്നത്. മറ്റൊന്ന്, നമ്മുടെ കർമ്മങ്ങളിൽ സംഭവിക്കുന്ന ബിദ്അത്തുകളാണ്. ആ ബിദ്അത്തുകളെ പൂർണ്ണമായി വിഭാടനം ചെയ്യണം. കുല്ലു ബിദ്അത്തിൻ ളലാല വകുല്ലു ളലാലത്തിൻ ഫിന്നാർ. ഒരാളുടെ ജീവിതത്തിൽ മതത്തിലില്ലാത്ത മതപരമായ ഒരു കാര്യമായി ഒരാൾ അനുഷ്ഠിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ, പ്രവാചകൻ പഠിപ്പിക്കാത്തതാണെങ്കിൽ അത് ബിദ്അത്താണ്. അത് എല്ലാം വഴികേടാണ്. അതിൽ നല്ലതെന്നോ ചീത്തയെന്നോ ഇല്ല, എല്ലാം വഴികേടാണ്. അതെല്ലാം എത്തിക്കുന്നത് നരകത്തിലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്. ഒരു ഉദാഹരണം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. സഹോദരങ്ങളെ, മനസ്സിൽ ഉറച്ചു പോയത് തിരുത്താൻ വലിയ പാടാണ്. ആളുകൾക്ക് വലിയ മടിയുമാണ്. ഒന്ന് നോക്കൂ നിങ്ങൾ, റമളാനിലെ ആദ്യത്തെ 10 കാരുണ്യത്തിന്റേതും, രണ്ടാമത്തേത് പാപമോചനത്തിന്റേതും, മൂന്നാമത്തേത് നരകമോചനത്തിന്റേതുമാണ് എന്ന് ഈ സമൂഹത്തിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരു വേർതിരിവുണ്ട്. മറ്റൊന്ന്, ഈ ഓരോ 10ലും പ്രത്യേകമായ പ്രാർത്ഥനകളും ചൊല്ലി പഠിപ്പിക്കപ്പെടുന്നു. ഇപ്പോ ആളുകൾ ബേജാറിലാണ്. ആദ്യം ഈ കാരുണ്യത്തിന്റെ 10 കഴിയാൻ പോകാൻ, ഇനി രണ്ടാമത്തതിലേക്കാണ്. യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ ഒരു വേർതിരിവോ പ്രത്യേകമായ പ്രാർത്ഥനകളോ പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ല. ഒരു ബിദ്അത്ത് ഞാൻ പറഞ്ഞു. റമളാൻ മാസത്തിൽ പുണ്യമെന്ന് കരുതുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പ്രമുഖ ഹദീസ് പണ്ഡിതന്മാരായ ഇമാം അബൂ ഹാത്തിം അർ-റാസിയും ഇമാം നസായിയും ഈ ഒരു ഹദീസ് ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ളഈഫാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാഹ് ഈ ഹദീസിനെ മുൻകറാണ് എന്നാണ് പറഞ്ഞത്.
പ്രമാണത്തിൽ യാതൊരു തെളിവില്ലാത്ത കാര്യം. മാത്രല്ല ഇത് ഇസ്ലാമിക കാഴ്ചപ്പാടനുസരിച്ച് തെറ്റുമാണ്. യഥാർത്ഥത്തിൽ ഇസ്ലാമിക കാഴ്ചപ്പാട് എന്താ? പ്രവാചകൻ പഠിപ്പിച്ചത് എന്താ? നമുക്കറിയാവുന്ന കാര്യം, എല്ലാ ദിവസവും റമളാനിലെ രാവും പകലും പ്രതിഫലാർഹമാണ്, പുണ്യം നിറഞ്ഞതാണ്. അതിൽ എല്ലാ ദിനങ്ങൾക്കും പ്രത്യേകതയുണ്ട്. ആ ദിനങ്ങളൊക്കെ എല്ലാ ദിവസത്തിനും ഉണ്ട്. നോക്കൂ നിങ്ങൾ, ഇന്നല്ലാഹ ഫീ കുല്ലി യൗമിൻ വലൈലത്തിൻ ഉതഖാഅ മിനന്നാർ. അല്ലാഹുവിന് എല്ലാ ദിവസവും അല്ലാഹുവിനുണ്ട് യൗമിൻ വലൈല, എല്ലാ രാത്രിയും പകലുമുണ്ട് ഉതഖാഅ മിനന്നാർ, നരകത്തിൽ നിന്ന് അല്ലാഹു മോചിപ്പിക്കാൻ നിശ്ചയിക്കപ്പെട്ട ആളുകൾ എന്ന്. എല്ലാ ദിവസവും നരകത്തിൽ നിന്ന് ആളുകളെ മോചിപ്പിക്കും. ഫീ റമളാൻ എന്ന് പ്രത്യേകം റസൂലുള്ളാഹി പറഞ്ഞു. വഇന്ന ലികുല്ലി മുസ്ലിമിൻ ഫീ കുല്ലി യൗമിൻ വലൈലത്തിൻ ദഅവത്തുൻ മുസ്തജാബ. ഒരു മുസ്ലിമിനുണ്ട് റമളാനിലെ എല്ലാ രാവിലും പകലിലും അവന് പ്രാർത്ഥന സ്വീകരിക്കപ്പെടുന്ന, ഉത്തരം ലഭിക്കുന്ന ദിനങ്ങളുണ്ട് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. എല്ലാ ദിനവും സമ്പൂർണമായി പ്രതിഫലാർഹമാണ്. ഒന്നിനിന്നതാണ്, രണ്ടിനിന്നതാണ്, മൂന്നിന്നതാണ് എന്ന് പ്രത്യേകമായി ഇല്ല. ഇത് മതത്തിലേക്ക് പിന്നീട് കൊണ്ടുവന്നതാണ്. ഇങ്ങനെ നമ്മൾ ജീവിതത്തിൽ നന്മയാണ് എന്ന് വിചാരിക്കുന്നതിൽ പോലും പ്രമാണങ്ങളില്ല. മാത്രമല്ല അത് യഥാർത്ഥത്തിൽ പുണ്യം കുറച്ചു കാണിക്കലാണ്. അള്ളാഹു ഈ 3 കാര്യങ്ങളും റമളാനിലെ എല്ലാ ദിനരാത്രങ്ങൾക്കും നൽകിയിട്ടുണ്ട്. പിന്നെ നമ്മൾ എന്തിനാ വേർപ്പെടുത്തുന്നത്? എല്ലാ ദിനങ്ങളിലും പ്രാർത്ഥിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അവസാനത്തെ 10 ദിനരാത്രങ്ങൾ പ്രത്യേകമായ പ്രാർത്ഥന ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട ഒരു പ്രാർത്ഥനയല്ലാതെ ബാക്കി എല്ലാ പ്രാർത്ഥനകളും എല്ലാ ദിനവും ചൊല്ലാനും, എല്ലാ ദിനത്തിലും ഇസ്തിഗ്ഫാറിനെ ചോദിക്കാനും, എല്ലാ ദിനത്തിലും കാരുണ്യത്തെ പ്രതീക്ഷിക്കാനും അള്ളാഹു നമുക്ക് അനുവാദം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ജീവിതത്തിൽ നാം ചെയ്യുന്ന നന്മയല്ലേ എന്ന ചിന്തയിൽ മതത്തിന് പ്രമാണം ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുക എന്നത് കൃത്യവും വ്യക്തവുമായി ജീവിതത്തെ കാണുന്ന ഒരു മുഅ്മിനിന്റെ ബാധ്യതയാണ്. മറ്റൊന്ന് സഹോദരങ്ങളെ, ഇതൊക്കെ ശ്രദ്ധിക്കുന്ന നമ്മൾ, ബിദ്അത്തിന് എതിരെയാണ് നമ്മുടെ ജീവിതം. ഷിർക്ക് എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഏറെ ഭയപ്പെടുന്ന ഒരു തിന്മ കൂടിയാണ്. അതോടൊപ്പം നമ്മുടെ ജീവിതത്തിൽ കൃത്യമായും ശ്രേഷ്ഠതയോടുകൂടിയും ശ്രദ്ധയോടുകൂടിയും നമ്മൾ ഇബാദത്തുകൾ ശ്രദ്ധിക്കുക എന്നുള്ളത് ഇതിന്റെ പ്രത്യേകമായി ഓർക്കേണ്ട കാര്യമാണ്. നോക്കൂ നിങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലത്തെ കുറിച്ച് ചിന്തിക്കും, അതേപോലെ തന്നെ ആഗ്രഹമുണ്ടാകും, പക്ഷേ അതിന് വിരുദ്ധമായത് ചെയ്യും. ഏതുപോലെ നമുക്കൊരു രോഗം ഉണ്ടെങ്കിൽ അതിന് മരുന്ന് കുടിക്കുന്നുണ്ടാവും, പക്ഷേ ആ രോഗം മൂർച്ഛിക്കാൻ സാധ്യതയുള്ള ഭക്ഷണങ്ങളും പാനീയങ്ങളും കഴിക്കുന്നത് പോലെ. എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം? യഥാർത്ഥത്തിൽ ഈ ഒരു സമയത്തെങ്കിലും വളരെ ചിട്ടയോടുകൂടി ശ്രദ്ധിക്കേണ്ടുന്ന ഒരു ഇബാദത്താണ് നമസ്കാരം. ഇന്ന സ്വലാത്ത കാനത അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത. അല്ലാഹു സുബ്ഹാനഹു വ തആല സമയം നിർണയിക്കപ്പെട്ട നിർബന്ധ ബാധ്യതയാകുന്നു നമസ്കാരം. ആ നമസ്കാരത്തിന് പള്ളിയിലേക്ക് വിളിക്കപ്പെട്ടാൽ പിന്നീട് ഇഖാമത്തിലേക്ക് വൈകി വരുന്നത് ഒരു മുഅ്മിനിന്റെ ജീവിതത്തിന്റെ ശൈലിയെ അല്ല. മറിച്ച് ബാങ്ക് വിളിച്ചാൽ അവൻ പള്ളിയിലെത്തും. അല്ല, ബാങ്കിനേക്കാൾ മുന്നേ എത്താൻ കഴിയുന്നവൻ അവൻ പള്ളിയിലുണ്ടാകും. എന്താണെന്നറിയോ നിങ്ങൾ? അവനൊരു പ്രത്യേകത അറിയാം. അവനറിയാം, ആ ബാങ്ക് മുഅദ്ദിനങ്ങ് വിളിച്ച് ഞാൻ അവിടെ ഇരുന്ന് റഹ്മാനായ റബ്ബിനോട് എന്ത് പ്രാർത്ഥിച്ചാലും അദ്ദുആഉ ലാ യുറദ്ദു ബൈനൽ അദാനി വൽ ഇഖാമ. ബാങ്കിനും ഇഖാമത്തിനും ഇടയിൽ ഒരു വിശ്വാസി അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന ലാ യുറദ്ദു, അല്ലാഹു സുബ്ഹാനഹു വ തആല തള്ളുകയില്ല. അത്രമാത്രം പ്രതിഫലാർഹമായ ഒരു സമയം പള്ളിയിൽ നമുക്ക് അല്ലാഹു ഒരുക്കി വെച്ച് തന്നിട്ടുണ്ട്. എന്നിട്ട് അലസമായി അശ്രദ്ധമായി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ കടയിൽ നിന്ന് ഇറങ്ങാൻ പറ്റും, ഒന്നൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് പറ്റും. നമ്മുടേതല്ലാത്ത കാരണങ്ങളാൽ നമുക്ക് സാധ്യമല്ലെങ്കിൽ പ്രതിഫലം അല്ലാഹു തരും. നോക്കൂ നിങ്ങൾ, ജമാഅത്ത് നമസ്കാരത്തിന് കൃത്യമായി പങ്കെടുത്ത് വീട്ടിൽ കിടപ്പായ സഹാബിയോട് റസൂലുള്ളാഹി പറഞ്ഞത് എന്താ? നീ വീട്ടിൽ കിടന്ന് നിസ്കരിച്ചാൽ അതേ കൂലി കിട്ടുന്ന. അതിനർത്ഥം എന്താണെന്നറിയോ? നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹവും ചിട്ടയും ശ്രമവും ശ്രദ്ധയും ഉണ്ടാവുകയും അത് കൊണ്ട് നടക്കുകയും അതിന് നമ്മുടേതല്ലാത്ത കാരണങ്ങളാൽ ഒരു മാറ്റം സംഭവിച്ചാൽ അല്ലാഹു പ്രതിഫലം നൽകും. പക്ഷെ ഇതെന്ത് ചെയ്യും? നമ്മൾ ശ്രദ്ധിക്കൂല.
നമ്മള് എപ്പോഴാണോ വീട്ടിൽ നിന്ന് സുബഹി ജമാഅത്തിന് എത്താൻ 2 മിനിറ്റ് 5 മിനിറ്റ് എത്താൻ സാധിച്ചാലും അല്ല ബാങ്കിന് പറ്റിയാലും എത്തൂല. അത് പിശാചിന്റെ നമ്മുടെ ജീവിതത്തിലുള്ള ഇടപെടലാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. മറ്റൊന്ന് ശ്രദ്ധിക്കൂ സഹോദരങ്ങളെ, വെള്ളിയാഴ്ച ജുമുഅ നമ്മൾ ആരാ ജുമുഅക്ക് പങ്കെടുക്കാത്തത്? എല്ലാവരും ജുമുഅക്ക് പങ്കെടുക്കും. നോക്കൂ നിങ്ങൾ, നമ്മൾ ഈ വെള്ളിയാഴ്ചക്ക് പ്രത്യേകമായ പോരിശ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും ശ്രേഷ്ഠമായ ദിനങ്ങളിൽ ഒന്നാണ് വെള്ളിയാഴ്ച. മാത്രമല്ല വെള്ളിയാഴ്ച ജുമുഅക്ക് ആദ്യമായി പള്ളിയിലെത്തുന്നവർക്ക് വേറെ പ്രത്യേകവും മഹത്വവുമുണ്ട്. പള്ളിയുടെ കവാടത്തിൽ മലക്കുകളെ അല്ലാഹു ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഓരോരുത്തർ വരുന്ന സമയവും രേഖപ്പെടുത്തുന്നുണ്ട്. പക്ഷെ അതിലൊരു കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇദാ ഖറജൽ ഇമാമു, ഇമാം മിമ്പറിലേക്ക് അങ്ങ് കേറിയാൽ തവൗ സുഹ്ഫഹും, ആ മലക്കുകൾ അവരുടെ ഏടുകൾ മടക്കി വെക്കും. വസ്തമഉ അദ്ദിക്ർ, അവരും നമ്മെ പോലെ ഈ ഉത്ബോധനം കേൾക്കാൻ ഇരിക്കുമെന്നാണ്. അലസമായി അശ്രദ്ധമായി ജുമുഅക്ക് വൈകി വന്നാൽ യഥാർത്ഥത്തിൽ അവന്റെ കർമ്മം രേഖപ്പെടുത്തപ്പെടുന്നില്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. അള്ളാഹു നമ്മെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. എന്തെങ്കിലുമൊക്കെ തിരക്കിൽപ്പെട്ട് സംഭവിക്കുന്നതിനെ കുറിച്ച് അല്ല കേട്ടോ പറയുന്നത്. ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ബിദ്അത്തിനോട് നമുക്കുള്ള പോരാട്ടം പോലെ സ്വന്തം ഇച്ഛയോട് അതിശക്തമായ പോരാട്ടം നമ്മൾ നടത്തണം. അതിലാണ് ഇബാദത്തിന്റെ സമയനിഷ്ഠ. കിതാബ മൗഖൂതാന. അവസാനത്തെ അത്തഹിയ്യാത്തിൽ വന്ന് സലാം വീട്ടുന്നതിന്റെ മുമ്പ് ഒരാൾ എഴുന്നേറ്റ് നിന്ന് നിസ്കരിച്ചാൽ അത് പൂർത്തിയാകും. റസൂലുള്ളാഹിന്റെ സദസ്സിലേക്ക് റസൂലുള്ള ഇമാമായി നിന്ന് നിസ്കാരത്തിൽ നിന്നാണ് തിരിഞ്ഞിരുന്നിട്ട് റസൂലുള്ള പറഞ്ഞത്, ഈ കൂട്ടത്തില് ഒരു കൂലി കിട്ടിയവനുണ്ട്, 27 ഇരട്ടി കൂലി കിട്ടിയവനുണ്ട്. അപ്പൊ അള്ളാഹു കണക്കാക്കി എവിടെ നോക്കിയിട്ടാ? അവന്റെ രൂപഭാവം നോക്കിയിട്ടല്ല, അവന്റെ മനസ്സിലേക്ക് നോക്കി സമയബന്ധിതമായി നിർവഹിക്കാനുള്ള അവന്റെ മനസ്സിന്റെ ആഗ്രഹത്തെയാണ്. അത് ക്രമീകരിക്കാനുള്ള മാസമാണ് ഇത്. നമ്മെ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. മറ്റൊരു കാര്യം സഹോദരങ്ങളെ, ജീവിതത്തിൽ നിന്ന് മറച്ചു വെച്ച തിന്മകൾ അത് ഡിലേറ്റ് ചെയ്യണം. ആരും അറിയാതെ കുറെ കാര്യങ്ങൾ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. ലഹരിയാവാം, അതിന് ഏതെങ്കിലും ചെറിയൊരു പോയിന്റ് ആണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. പലർക്കും അവിഹിതമായ ബന്ധങ്ങൾ ഉണ്ടാവും. കാലം ഇന്ന് അങ്ങനെയാണ്. കാലത്തിന്റെ മാറ്റം നമ്മെയും ആ ചെളിക്കുണ്ടിൽ ജീവിക്കുമ്പോ എന്തെങ്കിലും നിലക്കൊക്കെ നമ്മെ ബാധിക്കും. അതുകൊണ്ട് ഒന്ന് കരക്ക് കയറി നിന്ന് ഈ റമളാനിന്റെ ശുദ്ധമായ ഈ പവിത്രമായ സമയങ്ങളിൽ ഒന്ന് മനസ്സിനോട് ചോദിക്കുക, എന്തെങ്കിലും എല്ലാം പൂർണ്ണമായി ഡിലേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റണം. മറ്റൊന്ന്, ഈ സോഷ്യൽ മീഡിയ അശ്ലീലങ്ങളാണ്. സഹോദരങ്ങളെ, ഒരു നന്മയില്ലാത്ത ഒന്നിലേക്ക് എന്റെ കണ്ണും കാതും മനസ്സും ചിന്തയും പോകില്ലെന്ന് നമ്മളൊന്ന് തീരുമാനിച്ചാൽ സോഷ്യൽ മീഡിയയിൽ ഒന്നും പിന്നെ നമുക്ക് കാണാണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. പിന്നെ നന്മ അന്വേഷിക്കുന്നവന് അതിനുള്ള മാർഗങ്ങൾ വേറെ നമുക്കുണ്ടാകും. മറ്റൊന്ന് സഹോദരങ്ങളെ, സാമ്പത്തിക രംഗം തന്നെ. നമ്മുടെ കച്ചവടത്തെ കുറിച്ച് ഒന്നൊരു പോസ്റ്റ്മോർട്ടം നടത്താം. എവിടെയെങ്കിലും ഹറാമുണ്ടോ? വളരെ നല്ല പരിശോധന നടത്തണം. ഇനി ജോലി ചെയ്യുന്നവരാണെങ്കിലും, ഞാൻ എന്റെ ജോലിയിൽ ആത്മാർത്ഥതയുള്ളവനാണോ? ഞാൻ ഈ വാങ്ങുന്ന ശമ്പളത്തിന് എവിടെയെങ്കിലും വീഴ്ച സംഭവിക്കുന്നുണ്ടോ? ഒന്ന് കണ്ണടച്ച് മനസ്സിരുത്തി ഒന്ന് പരിശോധിക്കണം. എവിടെയെങ്കിലും വഞ്ചന നടത്തുന്നുണ്ടോ, കബളിപ്പിക്കൽ നടത്തുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. നോക്കൂ നിങ്ങൾ, റഹ്മാനായ റബ്ബ് പറയാം, ആരും അറിഞ്ഞില്ലെങ്കിലും തന്റെ ചതിക്കണ്ണുകളും കള്ളനോട്ടങ്ങളും ഹൃദയങ്ങൾ മറച്ചു വെക്കുന്നതിനെയും റഹ്മാനായ റബ്ബ് അറിയുന്നു. അല്ലാഹ് അറിയും. പിന്നെ ആരും ബോധ്യപ്പെടുത്തണ്ടല്ലോ, അല്ലാഹ് അറിയുന്ന ഒരു കാര്യമാണ്. മറ്റൊന്ന് സഹോദരങ്ങളെ, പെരുമാറ്റത്തിലുള്ള പരുഷതയാണ്. നമ്മൾ ഏറ്റവും നിർമ്മലന്മാരായിരിക്കണം, നിർമ്മല സ്വഭാവത്തിന്റെ ഉടമകളായിരിക്കണം. ഒരു പാരുഷ്യം നമുക്ക് പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തോളിൽ കിടക്കുന്ന ആ പുത്തൻ ഉടുപ്പൊന്ന് വലിച്ച് തോളിൽ പ്രയാസമുണ്ടാക്കിയപ്പോഴും അത് ഊരിക്കൊടുത്തവനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകന്റെ അനുയായികളായി നമ്മുടെ ഭാര്യമാരോട്, നമ്മുടെ മക്കളോട്, നമ്മുടെ ഭർത്താവിനോട്, നമ്മുടെ മാതാപിതാക്കളോട്, നമ്മുടെ മരുമക്കളോട്, നമ്മുടെ ഭർത്താവിന്റെ ഉമ്മയോട് ഇങ്ങനെയുള്ള ബന്ധങ്ങളുണ്ടല്ലോ. ഞാൻ ഏറ്റവും എന്നെ കാണുന്നത് തന്നെ അവർക്കൊരു സന്തോഷമാണ് എന്നും അവർക്ക് എന്നോട് സംസാരിക്കുന്നത് തന്നെ ഭയമില്ലാതെ അവരോട് എനിക്ക് സംസാരിക്കാൻ പറ്റുമെന്നും ഇവർക്കൊക്കെ തോന്നി തുടങ്ങിയാൽ തന്നെ നമ്മുടെ സ്വഭാവം ഏറ്റവും നിർമ്മലമായിരിക്കും എന്ന് നമ്മൾ അറിയണം. അവിടെയാണ് നിയന്ത്രണത്തിന് നമുക്ക് സാധിക്കേണ്ടത്. നോക്കൂ നിങ്ങൾ, റസൂലുള്ള പഠിപ്പിച്ചതാണ് മല്ലം ചീത്തയായ വാക്കുകൾ,
ചീത്തയായ പ്രവർത്തനങ്ങൾ, ഇതൊന്നും ഉപേക്ഷിക്കാൻ ഒരാൾ തയ്യാറില്ല എങ്കിൽ ഫലൈസലില്ലാഹി ഹജ്ജ, അള്ളാഹ്ക്ക് ആവശ്യമില്ലാണ്. അള്ളാഹ്ക്ക് ആവശ്യമില്ല അവൻ പാനീയം ഉപേക്ഷിക്കുന്നതോ അവൻ ഭക്ഷണം ഉപേക്ഷിക്കുന്നതോ അള്ളാഹ്ക്ക് ആവശ്യം ഇല്ല എന്നതാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത്. മറ്റൊന്ന് സഹോദരങ്ങളെ, ഈ റമളാൻ ഇങ്ങനെ കടന്നു പോന്നപ്പോ നമ്മളൊരു വീടുണ്ടാക്കാൻ ഒരു എഞ്ചിനീയറെ കണ്ട് പ്ലാൻ വരക്കാറുണ്ട്, സാമ്പത്തിക ക്രയവിക്രയത്തിന് ചിട്ടയുണ്ടാക്കാറുണ്ട് അല്ലെ. എന്തിനും ഒരു പ്ലാൻ ഉണ്ടെങ്കിലേ വിജയിക്കാൻ പറ്റുള്ളൂ. ഈ റമളാനിൽ നമുക്കൊരു പ്ലാൻ ഉണ്ടോ? നോമ്പ് നോൽക്കാതെ പോയോ ഏതെങ്കിലും? നമുക്ക് തറാവീഹ് നഷ്ടമായോ? നമുക്ക് ജുമുഅ നഷ്ടമായോ? നമ്മുടെ ഖുർആൻ പാരായണം എവിടെയാണ് എത്തി നിൽക്കുന്നത്? ചിന്തിച്ചിട്ടുണ്ടോ? നോക്കൂ നിങ്ങൾ, ഖലീഫ ഉമർ ബിൻ അബ്ദുൽ അസീസ് തന്റെ ഭരണകാലത്തിനിടയിൽ റമളാനിൽ പ്രത്യേക പ്ലാൻ വെച്ചിരുന്നു. വലിയ തിരക്കുള്ള കാലം, ഇന്നത്തെ ആധുനിക സംവിധാനങ്ങളൊന്നും ഇല്ലാത്ത കാലത്ത് അദ്ദേഹം രാത്രികാലങ്ങൾ പൂർണ്ണമായി ഇബാദത്തിന് വേണ്ടി മുഴുകിയപ്പോ അദ്ദേഹത്തിന് അനുയായികൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഖലീഫ എന്താണ് ഇത്രമാത്രം താങ്കൾ ശ്രദ്ധിക്കുന്നതെന്ന്. ഉടനെ അദ്ദേഹം പറഞ്ഞു, ഇന്നഹാറ, തീർച്ചയായും പകല് എന്ന് പറയുന്നില്ല, അത് ജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി. ഖലീഫ ആയതുകൊണ്ട് പകല് മുഴുവൻ ജനങ്ങളുടെ കൂടെയാണ്. ജനങ്ങളുടെ റബ്ബിന് ഖിദ്മത്ത് ചെയ്യാനുള്ളതാണ് എന്റെ രാത്രികൾ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്റെ ജീവിതത്തിൽ ടൈമിനൊരു പ്ലാൻ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ നാളെ പരലോകത്ത് ഞാൻ ഖേദക്കാരുടെ കൂട്ടത്തിലായി പോകും എന്നാണ്. സഹോദരങ്ങളെ, നമ്മളെല്ലാവരും തിരക്കിലാണ്. ധാരാളം വിഷയങ്ങൾ നമുക്കുണ്ട്. നമ്മുടെ ജോലി, നമ്മുടെ സാമൂഹിക ബന്ധങ്ങൾ, നമ്മുടെ കച്ചവടം, എല്ലാം നിരവധി തിരക്കുകൾക്കിടയിൽ നമുക്കൊരു പ്ലാൻ ഇല്ലാതെ പോയാൽ ഖുർആൻ ഓതാൻ, മാതാപിതാക്കളെ സംരക്ഷിക്കാൻ, സന്ദർശിക്കാൻ, അവരോട് നന്നായി സംസാരിക്കാൻ, ഭാര്യമാരോടും മക്കളോടും ഇടപെടാൻ, അയൽവാസികളോട് ബന്ധം പുലർത്താൻ, നമ്മുടെ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളിൽ ഇടപെടാൻ, ദീനിയായ മുഴുവൻ കാര്യങ്ങൾ ചിട്ടയില്ല എങ്കിൽ ജീവിതം പരാജയമാണ്. അത് കേവലം ആവേശമായി കൂടാ. ഒരു 8-9 കഴിഞ്ഞപ്പോ ഇനി മെല്ലെ മെല്ലെ പള്ളിയിൽ ആളുകൾ കുറയും, തിരക്കായി പോകും. നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫസ്തബിഖൂ അൽ ഖൈറാത്ത്. ഇവിടെ ഓരോ സഫിലിരിക്കുന്നവരും ഓരോരുത്തരും പരസ്പരം മത്സരിക്കുക. എന്തിന്? നന്മയിലേക്കുള്ള മത്സരം. അതിനാണ് അള്ളാഹു പവിത്രമായ പരിശുദ്ധ റമളാനിനെ നമുക്ക് നൽകിയിട്ടുള്ളത്. സ്വീകരിക്കാനും ഉൾക്കൊള്ളാനും ജീവിതത്തിന്റെ വെളിച്ചമായി സ്വീകരിക്കാനും നമുക്ക് സാധിക്കണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. സുരക്ഷിതത്വമാണ് യഥാർത്ഥത്തിൽ മനുഷ്യർ കണ്ടെത്തുന്ന സമാധാനത്തിന്റെ ഒരു വഴി. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ജോലിയും സമ്പത്തുമൊക്കെ സുരക്ഷിതമാകാൻ വേണ്ടി രാവും പകലും നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്നത്. ഒരു വിശ്വാസിയുടെ സ്വത്ത് സംരക്ഷിക്കുക എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ്? അത് ചീത്തയാകാതെ നോക്കലാണ് യഥാർത്ഥത്തിൽ സ്വത്ത് സംരക്ഷിക്കുക എന്ന് പറയുന്നത്. എപ്പോഴാണ് ഒരാളുടെ സ്വത്ത് ചീത്തയാകുന്നത്? അത് ആരെങ്കിലും കവർന്നെടുക്കുമ്പോഴോ അല്ലെങ്കിൽ കൊള്ളയടിക്കുമ്പോഴോ അല്ല ആ സമ്പത്ത് ചീത്തയാകുന്നത്. യഥാർത്ഥത്തിൽ സമ്പത്തിന് സക്കാത്ത് നൽകാതിരിക്കുമ്പോഴാണ് നമ്മുടെ മുഴുവൻ സമ്പത്തും ചീത്തയായി തീരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ ഖാലത്തു സ്വദഖ മാലൻ ഖത്തുൻ ഇല്ലാ അഹ്ലക്തഹു. സക്കാത്ത് ഒരു സമ്പത്തുമായി കൂടിക്കലർന്നാൽ അത് ആ സമ്പത്തിനെ നശിപ്പിക്കാതിരിക്കുകയില്ല. ഈ ഒരു റമളാനിൽ സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്, ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ. 5 തൂണുകൾ ഇസ്ലാമിനുണ്ട്. ഈ 5ഉം ശരിയാവണ്ണം ജീവിതത്തിൽ ഇല്ലെങ്കിൽ അയാൾ പരാജയപ്പെട്ടു. 1 ഷഹാദത്താണ്, 2 ഇഖാമിസ് സ്വലാ, നമസ്കാരം നിലനിർത്തൽ, 3 വഈതാഇസ് സക്കാത്ത്, സക്കാത്ത് കൊടുക്കലാണ്, വഹജ്ജിൽ ബൈത്ത്, 4 ഹജ്ജാണ്, വസൗമി റമളാൻ, 5 റമളാൻ മാസത്തിൽ നോമ്പനുഷ്ഠിക്കലാണ്. ഇതിലേതെങ്കിലും ഒന്ന് മിസ്സായാൽ
നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന സ്വർഗത്തിന് നമ്മൾ യോഗ്യരല്ല എന്നാണ്. അതുകൊണ്ട് നമ്മുടെ കണക്കുനോട്ടത്തിൽ നമ്മുടെ സമ്പത്തിനെ ഇഴകീറി പരിശോധിച്ച് അതിന്റെ 2.5% അതിന്റെ 5% സക്കാത്ത് കൊടുക്കാനുണ്ടെങ്കിൽ അത് പൂർണ്ണമായി കൊടുത്ത് വർഷം തികയുമ്പോൾ നമ്മൾ വീട്ടണം. മാത്രല്ല, നമുക്കൊരു അബദ്ധം പറ്റാറില്ല. എന്താ വെച്ചാൽ നമ്മളെല്ലാവരും സ്വതക്ക കൊടുക്കും. ആ കൊടുക്കുന്ന സ്വതക്കൊക്കെ സക്കാത്താണ് എന്നാണ് നമ്മളെ വിചാരം. യഥാർത്ഥത്തിൽ സക്കാത്തായിട്ട് തന്നെ കൊടുക്കണം. പള്ളിക്കും മദ്രസക്കും ഒക്കെ കൊടുക്കുന്നത് സ്വതക്കയാണ്. പള്ളിക്കും മദ്രസക്കും സക്കാത്ത് സ്വീകരിക്കാൻ പറ്റില്ല. 8 വിഭാഗങ്ങൾക്ക് സക്കാത്ത് സ്വീകരിക്കാൻ പറ്റുള്ളൂ. അവർക്ക് കൊടുക്കുമ്പോഴാണ് സക്കാത്താവുക. ആ സക്കാത്തിനെ കണക്ക് കൂട്ടി അത് അങ്ങനെ തന്നെയാണ് കൊടുക്കുന്നത് ഉറപ്പുവരുത്തണം. അല്ലെങ്കിൽ ഈ അബദ്ധം നമ്മുടെ ജീവിതാവസാനം വരെ ഉണ്ടാകും. നാളെ പരലോകത്ത് അല്ലാഹു ചോദിക്കും, പഠിക്കാൻ അവസരം ഉണ്ടായിരുന്നില്ലേ? മറുപടി ഉണ്ടാവില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, സമ്പത്തിനെ വളരെ മനസ്സിനെ ശുദ്ധിയാക്കുന്നത് പോലെ, ശരീരത്തെ ശുദ്ധിയായി സൂക്ഷിക്കുന്നത് പോലെ നമ്മുടെ സമ്പത്തിനെയും ബന്ധങ്ങളെയും ഒക്കെ സംരക്ഷിക്കുമ്പോഴാണ് നമ്മളൊരു മുഅ്മിനായി അള്ളാഹു തൃപ്തിപ്പെട്ടൊരു അടിമയായി മാറുന്നത്. അത് ഒരു ചെറിയ കാര്യമല്ല, അതൊരു എളുപ്പമുള്ള കാര്യമല്ല. കഠിനാധ്വാനത്തിലൂടെ, കഠിനമായ ചിന്തയിലൂടെ, കഠിനമായ ആലോചനയിലൂടെ, അതനുസരിച്ചുള്ള അധ്വാനത്തിലൂടെ മാത്രം നേടിയെടുക്കാൻ കഴിയുന്നതാണ്. അവിടെയാണ് പരിശുദ്ധ റമദാൻ നമ്മുടെ ജീവിതത്തിൽ എന്താണ് ഉണ്ടാക്കിയ മാറ്റം എന്ന ചോദ്യത്തിന്റെ പ്രസക്തി. ആ ചോദ്യം ആവർത്തിച്ച് ചോദിച്ച് എഡിറ്റുകൾ വരുത്തി ഡിലേറ്റുകൾ ചെയ്ത് ജീവിതത്തെ പരിശുദ്ധമാക്കാൻ, ഒരു അടുത്ത റമദാൻ ലഭിക്കാതെ പോകുമോ എന്ന ഭയത്തോടു കൂടി ഈ റമദാനിനെ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഖുർആനും ഹദീസും ശരിയാവണ്ണം പഠിച്ച് പാരായണം ചെയ്ത് അള്ളാഹുവിന്റെ ദീനിനെ ഏറെ സ്നേഹിക്കുന്ന മുഅ്മിനുകളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മുടെ സമ്പത്തും നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും എല്ലാം പരിശുദ്ധപ്പെടുത്തി അള്ളാഹുവിനെ ശുദ്ധ പ്രകൃതിയോടുകൂടി കണ്ടുമുട്ടാനുള്ള തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന സഹോദരങ്ങൾക്ക് അള്ളാഹു ശിഫ നൽകുമാറാവട്ടെ. കഠിനമായ പ്രതിസന്ധികൾ കൊണ്ട് ഉലയുന്നവർക്ക് അള്ളാഹു ആശ്വാസം നൽകുമാറാവട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസപ്പെടുന്നവർക്ക് അള്ളാഹു ആശ്വാസവും ജീവിത സൗകര്യങ്ങളും നൽകി അവരെ ആശ്വാസത്തിന്റെ വഴിയിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.